500 കോടി കടന്ന 4 ചിത്രങ്ങൾ. ആദ്യ 20-ൽ തെലുങ്കിനും തമിഴിനും ഒപ്പം മോളിവുഡ് ഏറ്റവും കളക്ഷൻ നേടിയ സിനിമകൾ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ സിനിമ ഒരു വ്യവസായം എന്ന നിലയിൽ വളർച്ചയുടെ അതിവേഗ പാതയിലാണ്. ഒരു കാലത്ത് ബോളിവുഡ് ചിത്രങ്ങൾക്ക് മാത്രം പ്രാപിതമായിരുന്ന മുന്നേറ്റമാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമകൾക്കും സാധിക്കുന്നത്. ഈ വർഷം പിന്നിടാൻ ഒരു മാസം മാത്രം ശേഷിക്കെ 2025-ൽ ഏറ്റവും കളക്ഷൻ നേടി 20 സിനിമകൾ ഏതൊക്കെയെന്നും അവയുടെ കളക്ഷൻ എത്രയെന്നും നോക്കാം. ഈ വർഷത്തെ ആദ്യ 20-ൽ എണ്ണത്തിൽ അധികം ചിത്രങ്ങൾ ഹിന്ദിയിൽ നിന്നാണ്. കോളിവുഡിനും ടോളിവുഡിനും ഒപ്പം ലിസ്റ്റിൽ തലയുയർത്തി മലയാളവുമുണ്ട്. ട്രാക്കർമാരായ ഇന്ത്യൻ ബോക്സ് ഓഫീസ് 26-ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് പ്രകാരം ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏറ്റവും കളക്ഷൻ നേടി 20 ചിത്രങ്ങളിൽ 10 എണ്ണവും ബോളിവുഡിൽ നിന്നാണ്. ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് കാന്താര ചാപ്റ്റർ 1 ആണെങ്കിലും ടോപ്പ് 20-ൽ കന്നഡ സിനിമയുടെ സാന്നിധ്യം അത് മാത്രമാണ്. തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും 3 സിനിമകൾ വീതമാണ് ലിസ്റ്റിലുള്ളത്. പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള കാന്താര ചാപ്റ്റർ 1 ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് 851 കോടി 75 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനത്തുള്ള ചാവ 807 കോടി 91 ലക്ഷം രൂപയും മൂന്നാമതുള്ള സയ്യാര 570 കോടി 33 ലക്ഷം രൂപയുമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ലിസ്റ്റിൽ ആദ്യ തെന്നിന്ത്യൻ ചിത്രം 4-ാം സ്ഥാനത്തുള്ള തമിഴ് ചിത്രം കൂലിയാണ്. രജനികാന്ത് നായകനായ ചിത്രത്തിന്റെ കളക്ഷൻ 518 കോടിയാണ്. ആദ്യ 10-ൽ മലയാളത്തിൽ നിന്നുമുണ്ട് ഒരു എൻട്രി. മലയാളത്തിലെ പുതിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിയിലെ ആദ്യ ചിത്രമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയാണ് അത്. 303 കോടി 80 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ. 11, 15 സ്ഥാനങ്ങളിലാണ് ലിസ്റ്റിൽ മലയാളത്തിലെ മറ്റ് 2 ചിത്രങ്ങൾ. മോഹൻലാൽ നായകനായ എമ്പുരാൻ 11-മതും അദ്ദേഹത്തിന്റെ തന്നെ തുടരും എന്ന ചിത്രം 15-മതും. എമ്പുരാൻ 266 കോടി 81 ലക്ഷം രൂപ നേടിയപ്പോൾ തുടരും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 235 കോടി 38 ലക്ഷം രൂപയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.